അങ്ങനെ ഇന്ന് മലയാളത്തിൽ 2025 ആദ്യത്തെ പടം ഐഡന്റിറ്റി ഇറങ്ങിയായിരുന്നു. ഐഡന്റിറ്റി കാണാൻ പോയി ടൊവിനോ തോമസിന്റെ സിനിമ അഖിൽ പോൾ അനസ്ഖാൻ ഇരട്ട സംവിധായകരുടെ പടമാണ്. ഈ പടം കാണാനുള്ള ഞാൻ സ്പോയിലർ ഒന്നും ഇല്ലാതെ പറയാളെ പടം എങ്ങനെ ഉണ്ടെന്ന്. സ്പോയിലർ ഒന്നും, കാരണം ഇതിനകത്ത് കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് സ്പോയിലർ ആക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ കണ്ടുവരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണോ ഫീൽ ചെയ്തത്, ആ ഒരു ഫീൽ എനിക്ക് എന്താണോ തോന്നിയത് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ സിനിമ ഫസ്റ്റ് ഒരു ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കാണാൻ കൂടുതൽ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് മാത്രമല്ല, അതിന്റെ സിനിമോട്ടോഗ്രാഫി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടത്തില് ഫസ്റ്റ് ഹാഫ് വളരെ അടുക്കും ചുറ്റോടെയാണ് പോകുന്നത്. ആ ഷമ്മി തിലകം വന്നിരുന്ന് വളരെ നല്ല രീതിയിൽ ചില കഥകളൊക്കെ വിവരിക്കുന്നുണ്ട്, ചില ടെക്നിക്കൽ വശങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ, പിന്നെ BGM ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും ടൊവിനോ തോമസിന്റെ പെർഫോമൻസ്, ടൊവിനോ എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടി അതിന്റെ മാനറിസം ഒക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഒത്തിരി വെറൈറ്റി, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് തോന്നുന്ന രീതിയിൽ ടൊവിനോ പുള്ളിയുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. പിന്നെ തൃഷ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ സിനിമയിലും കാണുമ്പോൾ എന്തോ പോയതുപോലെ ഇതിലും തൃഷ ഇരിക്കുന്നുണ്ട്, കാരണം ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട്. പിന്നെ വിനയ് റായ് വരുന്നുണ്ട്. വിനയ് റായ് കുറെ നാളുകൊണ്ട് നമ്മൾ വില്ലൻ വേഷങ്ങളിൽ കാണുന്നു, അപ്പൊ ഇതിൽ പോലീസ് ഓഫീസറായി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ മിസ്റ്ററി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കൺവീൻസ് ആയിട്ട് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ പടം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് കുരുക്കുകളൊക്കെ മുറുകുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്ത് അവിടെ കുറെ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. അതില് ഒരു കാർ ചേസിങ് ആക്ഷൻ സീൻസ് വരുന്നുണ്ട്. ക്ലൈമാക്സിൽ ആക്ഷൻ സീൻസ് എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ, മലയാളത്തിൽ ചെയ്തതിലുള്ള ടോപ്പ് ലെവൽ ഒരു ആക്ഷൻ സീൻ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ കൂടെ ടൊവിനോ അത്രയും രീതിയിൽ ആക്ഷൻ സീൻസിൽ പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. കാരണം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരണോടെ. പിന്നെ ഇതിനകത്ത് ഈ ഫ്ലൈറ്റിനകത്തുള്ള കുറെ, അല്ലെങ്കിൽ ഈ ആക്ഷൻ സീൻസ് നടക്കുന്ന ഫ്ലൈറ്റ് സീനുകളൊക്കെ ഭയങ്കര കിഡിലായിട്ട്, അത് CGI ആയാലും അത് സെറ്റിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല പ്രത്യേകിച്ച്. പിന്നെ അതിന് ജെക്സ് ബിജിയുടെ BGM, ഒരു പ്രോപ്പർ BGM ഇതിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു BGM നല്ല ഫീൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ പടം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറെ ടെക്നിക്കൽ, അല്ലെങ്കിൽ അതിപ്പോൾ മെഡിക്കൽ ടെക്നിക്കൽ ആക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇനി സയന്റിഫിക് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത കമ്പ്യൂട്ടറൈസ് ടെക്നിക്കൽ ആക്കാനായിരിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് മിക്ക ക്രൈം സിനിമകളിലും കാണും പോലത്തെ ഒരു മോട്ടീവ് കാണുമല്ലോ ഇപ്പം ഒരു പടത്തിൽ. അത് ഒരുപാട് സിനിമകളിൽ കണ്ട രീതിയിലുള്ള ചില മോട്ടീവുകളൊക്കെയാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. ഇതിന്റെ ഒരു ടെക്നിക്കൽ വശവും അത് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് എടുക്കുന്നത് എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇതിനകത്തൊരു സെക്കൻഡ് ഹാഫിൽ ഒരു ഫ്ലൈറ്റ് സീന് അകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അത് ഇത്തിരി ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്ത പോലെ തോന്നി. അത് അത്രയും സമയം ഇട്ട് പിടിക്കുന്നതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. മെയിൻ വില്ലൻ ഉണ്ട്, അതിന് സപ്പോർട്ടിങ് ഒരു വില്ലൻ വരുന്നുണ്ട്, കോടീശ്വരനായ വില്ലൻ വരുന്നുണ്ട്. ആ വില്ലൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ വില്ലൻ പോയി എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയായിരുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നും ഇത് കേൾക്കുമ്പോൾ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് വാച്ച് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ത്രില്ലർ സിനിമയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കൈയടിച്ച് ഗംഭീരമായി കൈയടിക്കാനൊന്നും ഇല്ലെങ്കിലും ആ ഒരു ത്രില്ലർ മൈൻഡ്, ഒരു ക്രൈം ത്രില്ലർ എങ്ങനെയാണ് അപ്പോൾ ആ മൈൻഡിൽ ഇരുന്ന് കാണാൻ പറ്റുക കിട്ടില്ല പടമാണ്. വർത്താണ്, വാച്ച് ചെയ്യാൻ വർത്താണ്. പോയി കാണുക തിയേറ്ററിൽ.